ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തിരുമല കൗൺസിലർ K. അനിൽകുമാറാണ് സ്വന്തം ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ആത്മഹത്യയിലേക്ക് നയിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലുള്ളത്. ലോൺ എടുത്തവർ തിരികെ നൽകാതിരുന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നും ആത്മഹത്യാ കുറിപ്പിലുണ്ട്. അഞ്ജു വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജു, കൗൺസിലറുടെ മരണം ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം നടക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. പല മാധ്യമപ്രവർത്തകരും നിരത്ത് വീണ് കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാരടക്കം അവർക്ക് നേരെയും അതിക്രമം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. BJP കൗൺസിലർ K. അനിൽകുമാറിനെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ കുറിപ്പിൽ BJPക്കെതിരെ, നേതൃത്വത്തിനെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇപ്പോൾ അഞ്ജുവിനെ നമുക്ക് ഫ്രെയിമിൽ കാണാനും പറ്റുന്നുണ്ട്. അവിടെ വലിയ സംഘർഷം നടക്കുന്നു. പോലീസുകാരുണ്ട്, പ്രവർത്തകരുണ്ട്. മാധ്യമപ്രവർത്തകരെയൊക്കെയും അവിടെ നിന്നും മാറ്റുകയായിരുന്നു. ഈ പ്രവർത്തകരൊക്കെയും കയ്യാങ്കളിയിലെ വക്കിലേക്ക് എത്തി. എന്താണ് അവിടെ സംഭവിച്ചത്? അഞ്ജു, കേൾക്കാം, അവിടെ എന്താ സംഭവിക്കുന്നത്? പോലീസിനോരും പ്രവർത്തകർ അവിടെ തട്ടിക്കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വലിയ രീതിയിൽ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഈ കൗൺസിലർ ഓഫീസിന് പുറത്തും അകത്തും ഒക്കെയും സംഘർഷമാണ്. പോലീസുകാരുണ്ട് അവിടെ. തിരുമല പോലീസ് അവിടെ, പൂജപ്പുര പോലീസ് അവിടെ ഉണ്ട്. നിറയെ പ്രവർത്തകരാണ്, BJPയുടെ പ്രവർത്തകരാണ്. BJP കൗൺസിലറാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പല പരാമർശങ്ങളുമുണ്ട്. മാധ്യമപ്രവർത്തകരെ ഒക്കെയും അവിടെ നിന്നും പുറത്താക്കി പ്രവർത്തകർ. നമുക്ക് ആ ദൃശ്യങ്ങൾ, ഇത് കുറച്ച് മുൻപ് നടന്ന ദൃശ്യങ്ങളാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഈ ആക്രോശം മുഴുവൻ. അതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങി. ഈ പുറത്തും ഇപ്പോൾ എന്തോ ഒരു പ്രതിഷേധം നിൽക്കുന്നുണ്ട്.